ഹലോ എവരിവൺ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് 1 ലിറ്റർ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് 1 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കൂടെ 1 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേന് 1 കപ്പ് പാസ്ത ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 90% വേകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മളത് വെള്ളത്തിൽ നിന്ന് കോരി, തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം കളയരുത്. അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പം ആ സമയത്തേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം, അതേപോലെ സവോള, പിന്നെ കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ആ, കുറച്ച് വെളുത്തുള്ളി കൂടി അതിൽ ആഡ് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 2-3 സ്പൂണ് മൈദ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതായത് കട്ടയാകാതെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ 1 കപ്പ് പാല് എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കട്ടയാകാതെ നമ്മൾ മാക്സിമം നന്നായിട്ട് കട്ടയാകാതെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ടയാകാതിരിക്കാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് വറ്റുന്നതിനനുസരിച്ച് നമ്മൾ മുമ്പേ ഉപയോഗിച്ച ആ വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത എടുത്ത് ഇടുകയാണ്. അപ്പം എല്ലാ പാസ്തയുടെയും കവറിൽ കാണും അത് എത്ര മിനിറ്റിൻ്റെ വേവ് ആവശ്യമുണ്ടെന്ന്. ഇതിനൊരു 10 മിനിറ്റ്സ് ആവശ്യമുള്ളായിരുന്നു. അപ്പോൾ അത്രയും 10 മിനിറ്റ്സ് വേവിച്ച പാസ്തയാണിത്. എന്നിട്ട് അത് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും വേവിക്കാൻ വെച്ചു. ആ സമയത്ത് അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ചീസ് ഇത്രയും സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് എത്തുകയാണ് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത. ഇത് കാണുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.